ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച ഒരു യക്ഷിയുടെ സ്റ്റോറിയാണ്. 2025 പുറത്തിറങ്ങിയ 825 ഫോറസ്റ്റ് റോഡ്. അപ്പോൾ ഡയറക്റ്റ് മൂവിയിലോട്ട് കിടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ആഷ്ലി എന്ന പെണ്ണിനെ കാണിക്കുന്നത്. അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ വീഡിയോ കോൾ ചെയ്യാം. അവളുടെ തൊട്ടപ്പുറത്ത് ഒരു മാപ്പും ആഷ്ലാൻഡ് ഫോൾ എന്ന ബുക്കും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ആഷ്ലി ഫ്രണ്ടിനോട്, എടി അപ്പോൾ നമുക്ക് നാളെ മീറ്റ് ചെയ്യല്ലേ? സോറി ഡി, നാളെ എനിക്ക് വരാൻ പറ്റില്ല. അമ്മ, ഞാൻ ഈ ആഷ്ലാൻഡ് ഫോൾ എന്ന ബുക്ക് വായിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ലൈബ്രറിയിൽ പോയി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് എടുക്കുന്നതും എല്ലാം കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നല്ലത് റിസ്ക്കാണ്. ഇപ്പോൾ ആഷ്ലി ഒരു കാര്യം അവളോട് പറയുന്നുണ്ട്. എടി, എൻ്റെ തീരും കണക്കൂട്ടലും എല്ലാം ശരിയായി വരുന്നുണ്ട്. ഓ പിന്നെ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ കഥകിൽ ആരോ തട്ടും. ഉടനെ മാപ്പും ബുക്കെല്ലാം മടക്കി എടുത്തു വെച്ച് ഡോർ ഓപ്പൺ ചെയ്താൽ ആരെയും കാണാനില്ല. ആരായിരിക്കും കഥകൾ തട്ടിയെന്ന് നോക്കി അവൾ ഹാളിലേക്ക് നടന്നു നീങ്ങി. അവിടെയെങ്ങും ആരെയും കാണാനില്ല. തിരിച്ച് വീണ്ടും മുറിയിലേക്ക് നടന്നു വരുമ്പോൾ ജനലിൻ്റെ അവിടെ ഒരു രൂപം നിൽപ്പുണ്ട്. അവളത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാ. എന്തു പറ്റിയിട്ട് ആരെന്നൊക്കെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ ആരും ഇല്ലടി എന്നും പറഞ്ഞ് അവൾ കഥക് അങ്ങ് ക്ലോസ് ചെയ്യും. എന്നാൽ അധികം വൈകാതെ വീണ്ടും വാതിൽ ആരും ശക്തമായിട്ട് കൊട്ടും. ഇത് കേട്ട് പേടിച്ച് അവൾ ലാപ്ടോപ്പിൻ്റെ അവിടേക്ക് തിരിഞ്ഞതും പേടിച്ച് പതറി നിൽക്കുന്ന അവളുടെ മുഖം നമുക്ക് കാണിച്ചു തരുന്നത്. അതിന് മാത്രം എന്തായിരിക്കും അവിടെ കണ്ടെന്നുള്ളത് അറിയില്ല. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നത്. അവനും അവൻ്റെ ഭാര്യയും മരിയയും പുതുതായി മേടിച്ച വീട് മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്നേരം വീട് വിൽക്കുന്ന ഏജന്റ് ലേഡി, സാർ, ഈ വീട് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഇതിനു മുൻപ് നിങ്ങൾക്ക് കാണിച്ചെന്ന വീടിൻ്റെയും ഈ വീടിൻ്റെയും വില ഒന്നാ. പക്ഷേ സൈസ് വെച്ച് നോക്കിയാൽ ഈ വീടിൻ്റെ മുൻപിൽ മുട്ടാൻ പോലും ആ വീടിന് പറ്റില്ല. അത് തന്നെ എനിക്കൊരു ഡൗട്ട്. ഇത്ര വലിയ വീട് വില കുറച്ച് ആരെങ്കിലും തരുമോ? സർ, 3 വർഷമായി ഈ വീട് വിൽക്കാതെ കിടക്കുന്നു. കാര്യം ഇത് ഭംഗിയുള്ള വീടാ. പക്ഷെ അധികം ആരും ഈ വീട് അന്വേഷിച്ചു വന്നില്ല. ശരി, കുറച്ച് കാശ് കുറച്ചാണെങ്കിലും വീട് വിൽക്കാമെന്ന് വിചാരിച്ചു. അല്ല മരിയ, നമ്മുടെ ഇസബെല്ല എന്തേ? ഇപ്പോഴാണ് ഇസബെല്ലെ കാണിക്കുന്നത്. ഇവളാണ് ഹീറോയിൻ, നമ്മുടെ ഹീറോയുടെ സ്വന്തം അനിയത്തി. ഇപ്പോൾ അവൾ വീട്ടിലോട്ട് എൻട്രി അടിക്കും. ഇന്നേരം ഏജന്റ് ലേഡി, കൺഗ്രാറ്റുലേഷൻ, നിനക്ക് കോളേജിൽ സ്കോളർഷിപ്പ് കിട്ടിയില്ലേ? ഇത് കണ്ട് സ്വർഗത്തിലിരുന്ന് നിന്റെ അമ്മ ഒരുപാട് സന്തോഷിക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ ഇവർ മേടിച്ച പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചു. അതേ നേരം റൂഫിൽ 2 സ്ഥലത്ത് വെള്ളം ലീക്കായി ഇറ്റിട്ട് വീഴുന്നുണ്ട്. ഉടനെ അവൻ ഏജന്റ് ലേഡിയെ വിളിച്ച്, നിങ്ങൾ പുതിയ വീട് നല്ല വീടാണെന്നൊക്കെ പറഞ്ഞല്ലേ തന്നത്? വീട്ടിലിപ്പോൾ ദാ റൂഫിൽ നിന്ന് വെള്ളം ഇറ്റിട്ട് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും നിങ്ങൾ വിഷമിക്കാതെ, നമുക്ക് ശരിയാക്കാം. ഫസ്റ്റ് അതിൻ്റെ ഒരു പിക്ക് എനിക്ക് അയച്ചതായോ. ഒപ്പം ഇനി വേറെ വല്ല സ്ഥലത്തും ഇതുപോലെ ലീക്കേജ് ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് പറയൂ. അങ്ങനെ അവൻ വീട്ടിലെ ഓരോ മുറിയും ചെക്ക് ചെയ്യും. ലാസ്റ്റ് നമ്മുടെ മരിയുടെ മുറിയിലെത്തി. എടി, ഇവിടെ മുകളിൽ നിന്ന് വെള്ളം എങ്ങനെ ലീക്കാകുന്നുണ്ടോ? ഇവൻ്റെ ഭാര്യ ഒരു യൂട്യൂബറും പിന്നെ ടൈലറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലേക്ക് വേണ്ട വീഡിയോ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഇല്ലടാ. ഓ ശരിയെന്നും പറഞ്ഞ് അവൻ പോകാൻ നേരമാണ് ഇവളുടെ പ്രിയപ്പെട്ട പാവയെ കാണുന്നത്. അതിൻ്റെ പേര് മർത്ത. എടി, നീ ഈ പാവ ഇതുവരെയും കളഞ്ഞില്ലേ? ഇത് ഭയങ്കര പഴയതായല്ലോ. പോടാ, ഇതെൻ്റെ ഫേവറേറ്റാ. എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ഇവളെ കളയില്ല. തിരിച്ച് അവൻ വീടിൻ്റെ പുറത്ത് വന്ന്, എന്നാലും ഇവിടെ നിന്നായിരിക്കും ലീക്കേജ് എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾ, അവൻ്റെ പേര് ലാരി, ഇവൻ്റെ അടുത്തോട്ട് വരും. എന്താ സാർ നിങ്ങൾ നോക്കുന്നത്? അതൊന്നുമില്ല സാർ, ഇന്നലെ രാത്രി നല്ല മഴ പെയ്തതിനാലേ മുകളിൽ നിന്ന് വെള്ളം ലീക്കായി താഴേക്ക് ഇറ്റിട്ട് വീഴുന്നുണ്ട്. ഈ വീട് ഞാൻ വാങ്ങുമ്പോൾ ആ ഏജന്റ് ലേഡി എന്നോട് പറഞ്ഞത് ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പുതിയതാ, അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഞങ്ങളെ പറ്റിച്ചു. അങ്ങനെ മുഴുവനായും പറയാൻ പറ്റില്ല സാർ. എനിക്ക് തോന്നുന്നത് റൂഫിലോ അല്ലെങ്കിൽ ഈ പൈപ്പിലോ ഓട്ട ഉണ്ടായിരിക്കും. ആ ഓട്ട വഴിയായിരിക്കും വാട്ടർ ലീക്കേജ്. അത് എങ്ങനെ സാർ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ ഈ വീട് വാങ്ങുന്നതിന് മുന്നേ 3 വർഷങ്ങൾക്ക് മുൻപ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഗണ്ണെടുത്ത് സ്വയം വെടിവെച്ച് മരിച്ചു. അത് വിചാരിച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട് അവനൊന്ന് ഷോക്കാകും. എന്താ, ഇതൊന്നും നിങ്ങൾ പേടിക്കുമ്പോൾ ഏജന്റ് ലേഡി പറഞ്ഞില്ലേ? ഇല്ല. ശേഷം ഹീറോ ഏജന്റ് ലേഡിയെ കോൾ ചെയ്ത് ഇവൻ ലാരിയുടെ കയ്യിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊന്നും പറയില്ല, മറിച്ച് വീടിൻ്റെ റൂഫിലെ ലീക്കേജിനെ പറ്റിയും മറ്റും പറയും. നിങ്ങൾ വീട് തരുമ്പോൾ എല്ലാം പുതിയ സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞല്ലേ വീട് തന്നത്? നിങ്ങളെന്നെ പറ്റിക്കായിരുന്നു അല്ലേ? മോനെ, ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടൊന്നുമില്ല. നിന്നെപ്പോലെ തന്നെ ഞാനും ഈ വീട് വേറൊരാളുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. അയാൾ തന്ന പേപ്പറിൽ എല്ലാം പുതിയതാണെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത്. അതിനാൽ ഞാനും പിന്നെ ഒന്നും കാര്യമാക്കില്ല. അത് എൻ്റെ മേൽ വന്ന മിസ്റ്റേക്കാ. എല്ലാ പ്രശ്നങ്ങളും ഞാൻ ശരിയാക്കി തരാം, ഉറപ്പ്. ഇപ്പോൾ ഹീറോ ലീക്കേജ് ഉള്ള സ്ഥലത്തെ പിക്കെല്ലാം എടുത്ത് ആ ലേഡിക്ക് അയച്ചു കൊടുത്തില്ലേ? അതെല്ലാം വാച്ച് ചെയ്യുമ്പോഴാണ് ആ ഫോട്ടോയിൽ ഒരിടത്ത് ഗണ്ണ് കിടക്കുന്നത് കാണുന്നത്. ശരിക്കും അവൻ ഫോട്ടോ എടുക്കുന്ന നേരം അവിടെ അങ്ങനെ ഒരു ഗണ്ണുണ്ടായിരുന്നില്ല. അവൻ ആകെ ഒരു കൺഫ്യൂഷനാകും. അടുത്ത നാൾ വീട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ജനൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവൻ്റെ വൈഫിൻ്റെ ഫേവറേറ്റ് പാവില്ലേ മർത്ത, അത് പുറത്ത് ഒരു മരത്തിന് കീഴെ നിൽക്കുന്നു. ഉടനെ അവൻ വൈഫിനോട് കാര്യം പറയും.
അവൾ ഇത് കേട്ട് ദേഷ്യത്തിൽ ആരാ എൻ്റെ മർത്തയെ പുറത്ത് കൊണ്ടുപോയി വെച്ചതെന്ന് ചോദിച്ച് ബഹളം വെക്കുന്നുണ്ട്. നീയൊന്നും ബഹളം വെക്കാതെ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ഇവൻ അവിടേക്ക് ചെല്ലും. അതിൻ്റെ നിൽപ്പും ഭാവം കണ്ട സത്യത്തിലൊരു ബൊമ്മയെ പോലെയല്ല, യക്ഷിയെ പോലെ തോന്നുന്നത്. കറക്റ്റ് ടൈമിൽ അവിടെ ലാരിയും എത്തി. എന്താ സാർ, എന്താ ഈ ബൊമ്മയെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? അയ്യോ, ഞാൻ കൊണ്ടുവന്ന് വെച്ചതല്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ അനിയത്തി ഇസബല ചുമ്മാ തമാശയ്ക്ക് മരിയെ പ്രാങ്ക് ചെയ്യാൻ കൊണ്ടുവച്ചതാണെന്ന് തോന്നുന്നത്. ആ സാർ, നിങ്ങളുടെ അനിയത്തി ഇപ്പോൾ ഓക്കെ അല്ലേ? എന്താ ഇപ്പോൾ അവളെ പെട്ടെന്ന് ചോദിച്ചെന്ന് വെച്ചാൽ, അവളും മരിയും അമ്മയും കാറിൽ പോകുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച അവളുടെ അമ്മ മരിച്ചത്. അതുകൊണ്ടാണ് ലാരി അങ്ങനെ കേട്ടത്. പിന്നെ സർ, ഒരു കാര്യം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ ടൗണിൽ ഒരുപാട് കൊലകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അനിയത്തിയെ നല്ലപോലെ ശ്രദ്ധിച്ചോ. അവൾക്ക് മനുഷ്യരെ പറ്റിക്കാനുള്ള കഴിവുണ്ട്. ഇത് ലാരി ഇസബലിനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷെ വേറൊരാളെ മെൻഷൻ ചെയ്താൽ പറഞ്ഞത്. അതാരാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. അതേസമയം അവിടേക്ക് ഇസബൽ വരും. ഉടനെ ആ ടോക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ലാരി പോകും. അയ്യോ സാർ, എന്താ പറഞ്ഞത് മുഴുവിപ്പിക്കാതെ പോകുന്നത്? സാർ, നിങ്ങൾക്ക് ഈ നാടിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇവിടുത്തെ ലൈബ്രറിയിൽ പോയി ഈ ടൗണിൻ്റെ ഹിസ്റ്ററി വായിച്ചു നോക്ക്. ഇവനും അയാൾ പറഞ്ഞത് കേട്ട് ലൈബ്രറിയിൽ പോയി ബുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലെ ആഷ്ലി എന്ന പെണ്ണ് വായിച്ച ബുക്കില്ലേ, ആഷ്ലാൻഡ് ഫോൾസ്, അതെടുക്കും. ഇപ്പോൾ അവിടെ ആ സെക്ഷനിൽ നിലത്ത് കുറച്ച് ബുക്കുകൾ അടക്കി വെച്ചിരിക്കുന്നു. ആരെ ഈ നടന്നു പോകുന്ന വഴി ബുക്ക് അടക്കി വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ച് ഇവൻ അവിടുന്ന് പോകുമ്പോൾ ഒരു പെണ്ണ് അവിടെ ഇരുന്ന് ഇവനെ വിളിക്കും. അത് മറ്റാരല്ല, സിനിമയുടെ തുടക്കത്തിൽ കണ്ട പെൺകുട്ടിയാണ്. സർ, എൻ്റെ പേര് ആഷ്ലി. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പുസ്തകം വായിക്കരുത്. ആ ബുക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കേ. ഈ ടൗൺ വിട്ട് മറ്റെവിടെയെങ്കിലും പോയി നിങ്ങൾ ജീവിച്ചോ, പ്ലീസ്. പക്ഷേ ഇതെല്ലാം കേട്ട് ഹീറോയ്ക്ക് ഇവൾക്കെന്തോ വട്ടാണെന്നും വിചാരിച്ച് അവൻ അവൾ പറഞ്ഞത് മൈൻഡ് ചെയ്ത് ബുക്ക് എൻട്രി ചെയ്യാൻ പോകും. ഇപ്പോൾ അവൻ ബുക്ക് എൻട്രി ചെയ്യാൻ അടിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ ബുക്ക് കണ്ട് ആ ലേഡി, എന്താ സാർ, നിങ്ങളും ഫോറസ്റ്റ് റോഡ് കണ്ടുപിടിക്കാനാണോ? എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്നുമില്ല സാർ, ഇതിനു മുൻപ് ഈ ബുക്ക് എടുത്ത ആൾക്കാർ ഫോറസ്റ്റ് റോഡ് കണ്ടുപിടിക്കാനെന്നും പറഞ്ഞ് ബുക്ക് എടുത്തത്. പക്ഷേ അവസാനം വരെ ഒരുത്തൻ പോലും ഫോറസ്റ്റ് റോഡ് കണ്ടുപിടിച്ചില്ല. അയ്യോ, ഞാൻ അതിനായിട്ട് ബുക്ക് എടുത്തതല്ല. പിന്നെ അവിടെ ടേബിളിൽ ഒരു പെണ്ണിരിക്കുന്നുണ്ട്. അവളെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതുപോലെ താഴെ ഫ്ലോറിൽ 6 ബുക്കൊക്കെ അടക്കി വെച്ചിരിക്കുന്നു. ഇത് കേട്ടതും ലേഡിയുടെ ഫേസും തൊട്ടപ്പുറത്തിരിക്കുന്ന അയാളുടെ മുഖം പോവും. ശരി, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോകും. ഇപ്പോൾ ഹീറോ ബുക്ക് വാങ്ങി പോകാൻ നേരം അവിടെ നോട്ടീസ് ബോർഡിൽ മുൻപ് ലാരിയെ കണ്ടപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിനെ കുറിച്ചും അതിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം നോട്ടീസ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നോക്കി ഹീറോ അവിടുന്ന് പോകും. വീട്ടിലെത്തിയ പാടെ ആഷ്ലാൻഡ് ഫോൾ എന്ന പുസ്തകം വായിക്കാൻ ആരംഭിക്കും. അതിൽ ഇവൻ താമസിക്കുന്ന സ്ഥലത്ത് 80s-ലും 90s-ലുള്ള വീടുകളുടെ ചിത്രവും കൂടാതെ 3 ജഡ്ജ് ഇരുന്ന് ഒരു ലേഡിയെ വിചാരണ ചെയ്യുന്ന പിക്കുണ്ട്. ഈ സമയം വീടിന്റെ കോളിംഗ് ബെല്ല് ആരോ അടിക്കും. ചെന്ന് നോക്കിയാൽ ഒരു പെൺകുട്ടി. അവൾ ഇവന്റെ അടുത്ത് നിന്ന് മ്യൂസിക് പഠിക്കാൻ വന്നിരിക്കാം. ഇവൻ അതാണ് ജോലി. അവളെ വീടിനകത്തേക്ക് അവൻ ക്ഷണിക്കും. അവിടെ ഇരുത്തി പിയാനോ വായിപ്പിക്കാൻ പഠിപ്പിച്ചു തുടങ്ങി. അവൾ വളരെ മോശമായിട്ടാണ് വായിക്കുന്നത്. അതേസമയം ഞാൻ നിനക്ക് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവളെ അവിടെ ഇരുത്തി അവൻ കിച്ചണിലേക്ക് പോകും. കിച്ചണിലേക്ക് കേൾക്കാനുണ്ട് അവളുടെ ആ വായന. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ട് പിയാനോ വായിക്കുന്നത് അവൻ കേൾക്കും. ഇവൾ ഇത്ര ഭംഗിയായിട്ട് പിയാനോ വായിക്കാൻ തുടങ്ങിയോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ദേ നിൽക്കുന്നു അവൾ വാതിലിൻ്റെ അവിടെ. എടീ, നീയല്ലെങ്കിൽ പിന്നെ ആരത് വായിക്കുന്നേ? എനിക്കറിയില്ല സാർ, കുറച്ച് പിയാനോ വായിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ചേച്ചി കയറിയിരുന്നാ. അതാരാണെന്ന് വിചാരിച്ച് അവൻ അവിടേക്ക് ചെന്ന് നോക്കിയാൽ ആരെയും കാണല്ല. ഇത് കണ്ട് പേടിച്ച് അവൾ അയ്യോ എനിക്കൊന്നും പഠിക്കണ്ടേന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ഇപ്പം ഹീറോയ്ക്ക് ഇതെല്ലാം കണ്ട് കിളി പോയിരിക്കുക. ശരി, ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് ലാരി പറഞ്ഞ ആ മീറ്റിങ്ങിലേക്ക് അവൻ പോകും. ഇവനെ കണ്ട മാത്രം ലാരി ഹായ് സാർ, വാ എന്ന് പറഞ്ഞ് അവിടേക്ക് വെൽക്കം ചെയ്യും. ഇവിടെ ഈ മീറ്റിങ്ങിൽ ഈ ടൗണിലെ ആളുകൾ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഈ നാടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ലൈബ്രറിയിലെ ലേഡി സ്റ്റാഫിൽ അവളും വന്നിട്ടുണ്ടായിരിക്കും. മുൻപത്തെ പോലെ വീണ്ടും ബുക്കൊക്കെ തറയിൽ അടക്കി വെച്ചിരിക്കുന്നത് കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ കുറച്ചു കാലമായിട്ട് ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങളൊക്കെ കുറവായിരുന്നു. എന്നാലിപ്പോൾ ആഷ്ലിയുടെ ആത്മഹത്യ എന്തോ വരാനിരിക്കുന്ന തുടക്കമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആഷ്ലി ഓൾറെഡി ആത്മഹത്യ ചെയ്തു. അവളുടെ ആത്മാവിനെയാണ് ലൈബ്രറിയിൽ ഹീറോ കണ്ടത്. ഇപ്പോൾ അതിലൊരുത്തൻ നമുക്ക് ഈ നാട് വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിച്ചാലോ? നീ ഏത് നാട്ടിൽ പോയാലും അവൾ നിന്നെ പിന്തുടരും, നിന്റെ ജീവൻ എടുക്കുകയും ചെയ്യും. ഇതൊക്കെ കേട്ട് ഒന്നും മനസ്സിലാകാതെ നമ്മുടെ ഹീറോ നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്? ആരെ ഈ അവള്? ഈ നാടിനെ മൊത്തത്തിൽ പീഡിപ്പിച്ച് വിറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഹെലൻ എന്നൊരു പെണ്ണ. അവൾ കാരണം ഒരുപാട് ആളുകൾ മരിച്ചു. ഒരുപാട് ആളുകൾ ഈ നാട് വിട്ട് രക്ഷപ്പെട്ട് പോകാനൊക്കെ നോക്കി. പക്ഷേ അതൊന്നും സാധിച്ചില്ല. ഹെലൻ 8-5 ഫോറസ്റ്റ് റോഡിലുള്ള അവളുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത്. നമ്മൾ ആ വീടും സ്ഥലവും കണ്ടുപിടിച്ചാൽ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. കൂടാതെ ഈ ടൗൺ വിട്ട് നമുക്ക് സുഖമായി മറ്റൊരിടത്ത് പോയി ജീവിക്കാനും പറ്റും. പക്ഷേ ഇതുവരെയും 8-5 ഫോറസ്റ്റ് റോഡിലുള്ള അവളുടെ വീടോ മറ്റോ
കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഇവർ സംസാരിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ലാരിക്ക് മാത്രം എന്തോ ഒന്ന് ഫീൽ ചെയ്യും. ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്റ്റെയർ കേസിന്റെ അവിടെ വന്ന് നോക്കിയാൽ ഹെലന്റെ ആത്മാവ് ഒരു മുറിയിലേക്ക് നടന്നു നീങ്ങുന്നത് കാണും. പക്ഷെ അവൻ ആരോടും ഒന്നും പറയില്ല. ഇവിടുത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഹീറോ അവിടെയുള്ള ചർച്ചിലേക്ക് പോയാൽ അവിടെ ഹെലൻ ഇരിപ്പുണ്ട്. ടക്കെന്ന് അവൾ ഇവന് നേരെ തിരിഞ്ഞു നോക്കും. അവിടെ കട്ട് ചെയ്താൽ നമ്മൾ ഇസബലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സിനിമ കാണാൻ പോകുന്നത്. അവൾ ആ പുതിയ വീട്ടിലേക്ക് എൻട്രി അടിച്ചതിന് ശേഷം അവളുടെ മുറിയെല്ലാം ചുറ്റി കാണുമ്പോൾ അവളുടെ മുറിയുടെ ഒരു മൂലയിൽ ഹെലൻ ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ ഇസബൽ അത് കാണില്ല. ഇസബലിന് അവളുടെ അമ്മ മരിച്ചു പോയതിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. അതുകൊണ്ട് അവളുടെ മനസ്സും ശരിയില്ല. ഇപ്പോൾ അവളുടെ മുറിയിലേക്ക് ഹീറോ വരും. എന്താ ഇസബൽ, എന്താ നീ തനിയിരുന്ന് സംസാരിക്കുന്നത്? ഒന്നുമില്ല ചേട്ടാ, എൻ്റെ മനസ്സ് കുറച്ച് ശരിയില്ല. പൊട്ട സ്വപ്നങ്ങൾ ഞാനിപ്പോൾ കാണാറുണ്ട്. ഞാൻ നമ്മുടെ മുൻപത്തെ സ്ഥലത്ത് ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു ഡോക്ടർ സെറ്റായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നത് അതെല്ലാം ഞാനിതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അവൾ നല്ല പോലെ ചിത്രം വരയ്ക്കുന്ന ആളാണ്. ഇപ്പോൾ അവൾ വരച്ച ചിത്രങ്ങൾ ഹീറോ ശ്രദ്ധിക്കും. ഇതെല്ലാം നന്നായിട്ടുണ്ടല്ലോ. ഏതാ ഈ വീട്? ഇതാരാ? നീയാണോ? നിന്റെ ഷോൾഡറിൽ ആരോ കൈ വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം നീ ഇപ്പോൾ വരച്ച ചിത്രങ്ങളാണോ? ഇതെല്ലാം ഞാൻ വരച്ച് ഏകദേശം 3 വർഷം കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നത് അത് അപ്പോൾ തന്നെ ഞാൻ വരയ്ക്കും. അതല്ലാതെ ഞാൻ ഇതൊന്നും മുൻകൂട്ടി വരച്ചതല്ല. അന്ന് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ സ്വപ്നത്തിൽ അവളുടെ അമ്മയെ കാണും. ഭയന്ന് അവൾ കണ്ണു തുറന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ മരിയുടെ മാർത്തയെ വീടിൻ്റെ പുറത്ത് കണ്ട വിവരം ഹീറോ പറഞ്ഞതും ഇത് കേട്ട് അവൾ ബഹളം വെച്ച് ഹീറോ മാർത്തയെ എടുക്കാൻ പുറത്തേക്ക് പോയതും. ഇപ്പം നമ്മുടെ ഇസബലിൻ്റെ മുറിയുടെ വാതിൽമേ ആരോ നഖം വെച്ച് കീറിയ പാടുകളുണ്ട്. എന്താ ഇവിടുത്തെ പ്രശ്നമെന്ന് ഇസബൽ മരിയോട് കേൾക്കും. അതെല്ലാം കേട്ടറിഞ്ഞ് ഹീറോയിന് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ലാരി നമ്മുടെ ഹീറോയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവളെ കണ്ട മാത്രമേ അയാൾ അവിടുന്ന് പോവുകയും ചെയ്യും. ശേഷം ഹീറോ ബൊമ്മയെ തൂക്കി വരുമ്പോൾ, ഇസബൽ നിനക്ക് എന്താ പ്രാന്താണോ ഈ മാർത്ത ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ? എടാ ചേട്ടൻ, നീ എന്തീ പറയുന്നേ? ഞാനൊന്നും നിന്റെ മരിയുടെ ബൊമ്മ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ല. അന്ന് രാത്രി ഹീറോ ലാരിയുടെ ടീമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അതേ നേരം ഇസബൽ അവിടെ ഇരുന്ന് പിയാനോ വായിക്കാം. നീ എവിടെയായിരുന്നു ചേട്ടാ? മരിയ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുക. നീ എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നേ? ഒന്നുമില്ല, ഞാൻ ലാരിയുടെ കൂടെ മീറ്റിങ്ങിന് പോയതാ. ഇപ്പോൾ ഹീറോയിനും സംസാരിച്ച് നിൽക്കുമ്പോൾ അവൾ ഒരു കാര്യം പറയും. ചേട്ടാ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്കെന്തോ വല്ലാത്തൊരു ഫീലിങ്സ്, എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. അതുമില്ലാതെ ഇന്നലെ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ആഷ്ലി എന്ന പെൺകുട്ടിയെ സൂയിസൈഡ് ചെയ്തു. അതുകൂടിയായപ്പോൾ എനിക്ക് ഫുള്ള് നെഗറ്റീവ് തോട്ട്സാണ് വരുന്നത്. ഇതെല്ലാം കേട്ട് ഹീറോയ്ക്ക് ആകെ ടെൻഷനാകും. ഇനി തൻ്റെ അനുജത്തിക്കും ഇതുപോലെ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നറിയാൻ. നിനക്ക് അമ്മ മരിച്ചതിന് ശേഷം സൂയിസൈഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഇതിനവൾ യെസ് എന്നോ നോ എന്നോ മറുപടി പറയില്ല. ഇന്ന് ഈ ദിവസം വരെയിലും അമ്മ പോയതിൻ്റെ വേദന എനിക്ക് മാറിയിട്ടില്ല. ദിനം ദിനം കൂടി വരിക. ഇത് കേട്ട അവൻ, നീ എന്തിനാ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നേ? നീയൊന്നും അല്ല അമ്മ മരിക്കാൻ കാരണം എന്നും പറഞ്ഞ് അവളെ വഴക്ക് പറയും. അവളും ദേഷ്യം വന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോകും. അടുത്ത ദിവസം കാലത്ത് ലൂക്ക് എന്ന പയ്യൻ ഇവരുടെ വീട്ടിലേക്ക് വരും. അത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടാണ്. അവൾ അവളുടെ ചേട്ടനെ ലൂക്കയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം 2 പേരും മുറിയിലേക്ക് പോയി. ഇപ്പോൾ ലൂക്ക ഇസബലിന് ഈ ടൗണിൻ്റെ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഹീറോ ഒരു ലൈബ്രറിയിൽ പോയില്ലേ, അവിടെ ഒരാൾ ബുക്കെല്ലാം എടുത്ത് തറയിൽ അടുക്കി വെച്ച് അതിൽ കയറി നിന്ന് റൂഫിൽ കയറിട്ട് കെട്ടി അവിടെ ആത്മഹത്യ ചെയ്തു. അവൻ മരിക്കുമ്പോൾ ബുക്ക് എങ്ങനെയാണോ അടക്കി വെച്ചിരുന്നത് അതുപോലെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ തറയിൽ അടുക്കി വെച്ചിരിക്കുന്നതും കാണാം. അല്ലടാ, ഈ നാട്ടിൽ ഒരുപാട് അമാനുഷികമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഇതിനു കാരണം ആരാ, എന്തുകൊണ്ടാ എന്നൊക്കെ കേൾക്കുമ്പോൾ ഹെലൻ എന്ന പേര് അവൻ പറയും. ഹെലൻ ഒരു മകളുണ്ടായിരുന്നു. അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയം ഒരു പയ്യൻ അവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു. അവൻ്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ അവൾ ഇവൻ്റെ കാര്യം അവളുടെ അമ്മയോട് പറയും. ഇത് കേട്ട ഉടനെ ഹെലൻ സ്കൂൾ മാനേജറിനും അവൻ്റെ പാരൻസിനും കംപ്ലൈൻറ്റ് കൊടുക്കും. പക്ഷെ അവരാരും തന്നെ ഇത് വലിയ കാര്യമാക്കില്ല. ദിവസം ചെല്ലും തോറും അവൻ്റെ ശല്യം കൂടി വന്നു. ഒരു ദിവസം ആ കൊച്ച് ആത്മഹത്യ ചെയ്തു. ഇതറിഞ്ഞ ഹെലൻ ദേഷ്യം വന്ന് ആ പയ്യനെയും അവൻ്റെ മൊത്തം കുടുംബത്തെയും കൊന്നു തള്ളി. ശേഷം 825 ഫോറസ്റ്റ് റോഡിലുള്ള ഹെലൻ്റെ വീട്ടിൽ ആ സ്ത്രീ സ്വയം വായിൽ വെടിവെച്ച ആത്മഹത്യ ചെയ്തത്. ശരി, ആ സ്ത്രീയുടെ വീട് എവിടെയാ? അവളുടെ വീട് എവിടെയാണെന്ന് ആരെക്കൊണ്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. 825 ഫോറസ്റ്റ് റോഡ് ഈ ഏരിയയിൽ എവിടെയാ? അവളുടെ വീട് കണ്ടുപിടിക്കണമെങ്കിൽ ആ റോഡ് അറിയണ്ടേ? ആ റോഡ് പോലും ഇവിടെയുള്ളവരെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ പഴയ മാപ്പില്ലേ, അതിൽ പോലും ഹെലന്റെ വീടോ മറ്റു വിവരങ്ങളോ ഒന്നുമില്ല. അവിടെ സീൻ കട്ട് ചെയ്താൽ മരിയും ഇസബലും അവിടെയുള്ള ഒരു ആർട്ട് ഗാലറിയിലേക്ക് പോകും. ഓരോ ചിത്രങ്ങൾ കണ്ടു നടന്നു വരുമ്പോൾ 2 പേരും സംസാരിക്കും. ഇസബൽ, എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവൾ എൻ്റെ എല്ലാ വീഡിയോയും കുത്തിയിരുന്ന് കാണാറുണ്ട്. പക്ഷേ വീഡിയോ കാണെങ്കിലും അവൾ എന്നെ ഒന്ന് കോൾ ചെയ്യാർ പോലുമില്ല. ഈ സംസാരത്തിനിടയിൽ മരിയ ഇസബലിൻ്റെ അടുത്ത് മറ്റൊരു കാര്യം കൂടിയും പറയും. എനിക്കൊരു ഡിസീസുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്ന് രക്തം വരും എന്നൊക്കെ പറയും. അങ്ങനെ ഓരോ ചിത്രങ്ങളും കണ്ട് നടന്ന് നീങ്ങി. ആ ചിത്രങ്ങളെല്ലാം തന്നെ നോർമലായിരിക്കും, അതിൽ പ്രത്യേകിച്ച് രൂപങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ പെട്ടെന്ന് ഇവരെ പുറകിൽ വന്നിരുന്ന ലേഡി ബഹളം വയ്ക്കാൻ തുടങ്ങി.
എന്താണെന്ന് നോക്കിയാൽ അതുവരെയും ആ ചിത്രത്തിൽ കാണാത്ത ഒരു കൊടൂരമായിട്ടുള്ള രൂപം. ആ സംഭവത്തിന് ശേഷം അന്ന് നൈറ്റ് ഇസബൽ ഉറങ്ങാം. തൊട്ടപ്പുറത്ത് തുണി വെക്കുന്ന മുറിയിൽ ലൈറ്റ് കത്തുന്നു. ഉടനെ അവളെ എഴുന്നേറ്റ് പോയി ലൈറ്റ് ഓഫാക്കി ഡോർ ക്ലോസ് ചെയ്ത് വന്ന് കിടക്കും. എന്നാൽ വീണ്ടും ലൈറ്റ് തെളിയും. വാതിൽ കുറച്ച് തുറന്നും കിടക്കുന്നുണ്ട്. ബൾബുള്ളത് കൊണ്ടല്ലേ ലൈറ്റ് ഓൺ ആകുന്നത് എന്ന് വെച്ച് അവൾ ആ ബൾബ് അങ്ങ് ഊരിവെക്കും. ശേഷം വന്ന് കിടക്കും. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ വീണ്ടും ലൈറ്റ് തെളിയും. കൂടാതെ വാതിലിൽ പിടിച്ച് ആരും ഇവളെ എത്തി നോക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് പേടിച്ചവള് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയും. അതേസമയം അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഇതെല്ലാം തന്നെ സ്വപ്നമായിരുന്നു. ഒരു നിമിഷം ഇപ്പോൾ അവൾ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ അവൾ ഊരി വെച്ച ബൾബ് അവിടെ ഇരിക്കുന്നു. അവൾ കണ്ടത് സ്വപ്നമായിരുന്നില്ല. അടുത്ത ദിവസം ഇസബൽ ലൂക്കയെ കാണാൻ ചെല്ലും. ചെന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറയും. കൂടാതെ ഞാൻ 8-5 ഫോറസ്റ്റ് റോഡ് കണ്ടുപിടിക്കാൻ പോകാമെന്നും പറയും. പക്ഷെ അവൻ സമ്മതിക്കില്ല. വേണ്ട ഇസബൽ, നിന്നെ പോലെ അത് കണ്ടുപിടിക്കാൻ നടന്ന ആഷ്ലി സ്വയം ആത്മഹത്യ ചെയ്തു മരിച്ചു. അത് അപകടം പിടിച്ച കാര്യ, വേണ്ട. ഈ സമയം അവൾക്ക് ഹീറോയുടെ കോൾ വരും. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ്. അവളും ഇത് കേട്ടപാടെ വീട്ടിലെത്തിയപ്പോൾ മരിയ നിന്ന് കരയുന്നുണ്ട്. എന്ത് പറ്റി ചേട്ടാ, എന്താ മരിയ കരയുന്നത്? അതൊന്നുമില്ല, നീ വേഗം പോയി നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യ്, ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പം വരാം. ഇപ്പം ഇസബൽ അവനെ തടഞ്ഞു നിർത്തി. നീ ഹെലന്റെ വീട് തേടി പോകാണോ എന്ന് കേൾക്കും. പക്ഷെ അവൻ ഒന്നിനും ഉത്തരം പറയാതെ അങ്ങനെ പോകും. മരിയ ആണെങ്കിൽ ആരാണ് ഹെലൻ എന്നറിയാതെ മിഴിച്ചു നിൽക്കുക. ഇസബൽ നേരെ മുറിയിൽ പോയി സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതേ ടൈമിൽ അവിടേക്ക് ലൂക്ക വരും. എന്താടി, നീ എന്താ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നത്? ഇല്ല, ചേട്ടൻ പറഞ്ഞു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ. നാളെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് വീട് ഒഴിഞ്ഞു പോകും. ഇപ്പോൾ ലൂക്ക അവിടെ ഇരുന്ന ഫോട്ടോസ് എല്ലാം ചുമ്മാ മറിച്ചും തിരിച്ചു നോക്കുമ്പോൾ, ഇതെല്ലാം നിന്റെ അമ്മ. ഇപ്പം തന്നെ നിന്റെ അമ്മയെ താഴെ മീറ്റ് ചെയ്താൽ ഞാൻ മുറിയിലേക്ക് കയറി വന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള അമ്മ. എന്താടാ, എന്താ നീ പറഞ്ഞത്? എൻ്റെ അമ്മയെ കണ്ടുന്നോ? ആ, നിന്റെ അമ്മയാ എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നത്. ഈ ഫോട്ടോയിലുള്ള ആളെ തന്നെയാണോ നീ താഴെ കണ്ടത്? ആ സത്യം. എന്താ? എൻ്റെ അമ്മ മരിച്ചിട്ട് കുറച്ച് മാസങ്ങളായി. ഇതേ നേരം താഴെ ഗ്ലാസ് പടേന്ന് വീഴുന്ന ശബ്ദം കേൾക്കും. ഉടനെ ഹീറോയിൻ എന്താ സംഭവം എന്നറിയാൻ താഴേക്ക് ഇറങ്ങി വരും. പിന്നാലെ ലൂക്കയും. അവന് നല്ല ധൈര്യമുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് എസ്കേപ്പ് ആകും. അതേ നേരം ഹീറോയിൻ ഹാളിൽ വന്ന് ആരാന്ന് കേൾക്കും. ഇന്നേരം ഒച്ചത്തിൽ ഒരു പൊട്ടിച്ചിരി. ഞാനാ മോളെ, നിന്റെ അമ്മ. നിന്നെ കാണാൻ വന്നതാ. നീ എൻ്റെ അടുത്തേക്ക് വാ. ഇവളും ഇവളുടെ അമ്മയുടെ ശബ്ദം കേട്ട സ്ഥലത്തോട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് നോക്കി വരും. അതേ നേരം ടക്കെന്ന് മരിയ ഇസബൽ അവിടേക്ക് പോകാതെന്ന് പറഞ്ഞ് ഇവളുടെ കൈ പിടിച്ചു വലിക്കും. ഇല്ല, അവിടെ എന്താണെന്ന് എനിക്ക് നോക്കിയേ പറ്റൂന്നും പറഞ്ഞ് അവൾ അവിടേക്ക് ചെല്ലും. അവിടെ ഗ്ലാസ് എല്ലാം പൊട്ടിക്കിടപ്പുണ്ട്. ഇപ്പോൾ വാതിലിൻ്റെ പുറകിൽ നിന്ന് ഒരു പ്രേതം ഇവൾക്ക് നേരെ പാഞ്ഞു വരും. ഇത് കണ്ട് പേടിച്ച ഇസബലോടും പിന്നാലെ മരിയും. പുറത്തേക്കോടി രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ കഥക് ലോക്കാം. ഉടനെ രണ്ടുപേരും മേലേക്ക് വച്ചു പിടിക്കും. ആ ഒരു വെപ്രാളത്തിൽ രണ്ടാളും 2 മുറിയിലായിരിക്കും ചെന്നെത്തിപ്പെടാം. ഇന്നേരം നമ്മുടെ മരിയ പ്രേതത്തിന്റെ കയ്യിൽപ്പെടും. അവൾ ഒച്ചത്തിൽ കരയും. അടുത്തത് നമ്മൾ മരിയയുടെ സൈഡിൽ നിന്നാണ് സിനിമ കാണാൻ പോകുന്നത്. ഒരു ദിവസം വീഡിയോ എടുക്കുമ്പോൾ അവളുടെ തൊട്ട് പുറകിലായിട്ട് മർത്ത നിൽപ്പുണ്ട്. ഫ്രണ്ട്സ്, പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്, അത് തൊട്ടപ്പുറത്തെ മുറിയില്ല, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്ത് അടുത്ത മുറിയിലേക്ക് ചെല്ലും. ശേഷം അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന ഇവളുടെ മർത്ത ജനലിന്റെ സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. ആരായിരിക്കും ബൊമ്മയെ തിരിച്ചു വെച്ചത്? ഒരു പക്ഷേ ഇസബൽ എങ്ങാനായിരിക്കുമെന്ന് വിചാരിച്ച് അവൾ അത് കാര്യമാക്കില്ല. പിന്നൊരു ദിവസം ഇതുപോലെ യൂട്യൂബിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ഇന്നേരം അവളുടെ പുറകിൽ നിൽക്കുന്ന മർത്തയുടെ കൈ ശരിക്കും മനുഷ്യരുടെ കൈ പോലെ അനങ്ങുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവൾ അത്ര ശ്രദ്ധിക്കില്ല. അതേസമയം ലൈവിലുള്ള ഇവളുടെ അനിയത്തി ഇവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യും. പക്ഷെ ഇവൾ എടുക്കില്ല. ഇവളുടെ വർക്കിൽ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യും. നെക്സ്റ്റ് സെക്ഷൻ ഡ്രസ്സ് കാണിക്കാൻ അടുത്ത മുറിയിലേക്ക് പോകുന്ന നേരം ഇവളുടെ പുറകിലുണ്ടായിരുന്ന മർത്ത 2 കൈയും മേലേക്ക് പൊക്കി കഴുത്ത് തിരിച്ച് ഇവളെ നോക്കും. ഇവളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നേരെ അപ്പുറത്തെ മുറിയിൽ പോയി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം വീണ്ടും അനിയത്തി കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യും. ഇത് കണ്ട് ദേഷ്യം വന്ന മരിയ ലൈവ് കട്ടാക്കി നിനക്ക് എന്താ വേണ്ടതെന്ന് കേൾക്കും. ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്ക്. ദയവ് ചെയ്ത് ഇന്ന് തന്നെ നീ ഈ വീട് വിട്ട് പോയിടുന്ന് ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. അവൾക്കൊന്നും മനസ്സിലാകില്ല. ഇവള് ഇരിക്കുന്ന മുറി ചുറ്റി നോക്കും. ശേഷം പതിയെ അടുത്ത മുറിയിൽ ചെന്നാൽ അവിടെ മർത്തയെ കാണുവാനില്ല. ഉടനെ അവളെ എല്ലാ മുറിയിൽ പോയി തേടി. അവിടെ ഒരു മുറിയിൽ മർത്ത തിരിഞ്ഞു നിൽക്കുന്നു. ഇപ്പം അത് ടക്കെന്ന് അവളെ തിരിഞ്ഞു നോക്കും. ഇത് കണ്ട് അവൾ പേടിച്ച് കരയും. നെക്സ്റ്റ് സീനിൽ ഇനി ഈ ബൊമ്മ വേണ്ടെന്ന് പറഞ്ഞ് അതിനെ കത്തിച്ചു കളയും. മരിയുടെ സ്വഭാവത്തിലുള്ള മാറ്റം കണ്ട് നിനക്ക് എന്ത് പറ്റി മരിയ? നീ ടാബ്ലറ്റ് കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? അത് കഴിക്കാത്തതിനാലാണോ നിനക്ക് ഇലൂഷൻ തോന്നുന്നേ? എടാ, ഞാൻ മാത്രമല്ല, ലൈവിലുണ്ടായിരുന്ന അത്രയും ആൾക്കാർ കണ്ടതാ ബൊമ്മ അനങ്ങുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇലൂഷനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇതിൽ കൂടുതൽ എനിക്കിനി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് പോകാം. ശരി, നീ വിഷമിക്കാതെ എനിക്ക് കുറച്ച് സമയം താ. നാളെ കാലത്ത് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാം.
ഈ ടൈമിലാണ് അവൻ ഇസബലിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞതും ഇവൻ ഹെലന്റെ വീട് തേടി പോകുന്നതും. ഇസബൽ വന്ന അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പോയി. ഹീറോ ഹെലന്റെ വീടും തേടിപ്പോയി. ഇപ്പോൾ താഴെയുള്ള മരിയ കിച്ചണിൽ ചെന്നാൽ അവിടെ ലൈബ്രറിയിൽ എങ്ങനെയാണോ താഴെ ബുക്കുകൾ അടക്കി വെച്ചിരുന്നത് അതുപോലെ ഇവരുടെ വീട്ടിലെ എല്ലാ പാത്രങ്ങളും അടക്കി വെച്ചിരിക്കുന്നു. കൂടാതെ ഒരു ലെറ്ററും. ഹലോ മരിയ. ആരായിരിക്കും ഇത് എഴുതിയെന്ന് ആലോചിച്ച് ഇവൾ നിൽക്കുമ്പോൾ ഒരു പ്രേതം അവളുടെ പുറകിലൂടെ പാസ് ചെയ്തു പോകും. ഇപ്പോഴാണ് എല്ലാ പ്ലേറ്റ്സും താഴെ വീഴുന്നത്. ഇസബൽ, നിന്റെ അമ്മ വന്നിരിക്കുന്നേ, വാ, പുറത്തേക്ക് വാ. സത്യത്തിൽ ഇസബൽ ഈ ശബ്ദം കേട്ടാണ് മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതും കിച്ചണിൽ ചെന്ന് നോക്കുന്നതും അവിടുത്തെ കാഴ്ച കണ്ട് രണ്ടും പേടിച്ച് മുകളിൽ 2 മുറിയിലായി പോയി ഒളിഞ്ഞിരിക്കുന്നതും. ഇപ്പം മരിയിരിക്കുന്ന മുറിയുടെ കതക് താനേ തുറക്കും. ഇന്നേരമാണ് ആ പ്രേതത്തിന്റെ മുഖം ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. ഇസബൽ സേഫായിട്ടിരിക്കുന്നേ. ഇപ്പം ആ പ്രേതം മരിയയ്ക്ക് നേരെ പാഞ്ഞെടുക്കും. അവിടെ കട്ട് ചെയ്താൽ മരിയ എങ്ങനെയൊക്കെയോ ഇസബലിന്റെ മുറിയിൽ എത്തിച്ചേരും. ഇന്നേരം അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്. ഒരു പക്ഷേ അവളുടെ രോഗം കൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ പ്രേതം കാരണമായിരിക്കാം. നെക്സ്റ്റ് സീനിൽ മരിയ വയ്യാതെ കിടക്കാം. അവളുടെ തൊട്ടപ്പുറത്ത് ഹീറോ ഇരിപ്പുണ്ട്. അതേസമയം ഇവരുടെ വീടിന്റെ കോളിംഗ് ബെല്ല് ആരോ അടിക്കും. ആരാണെന്ന് ചെന്ന് നോക്കാൻ ഇവൻ പോകും. അതേസമയം തന്നെ അവൾ കണ്ണ് തുറക്കുകയും ചെയ്യും. ചെന്ന് നോക്കിയാൽ ലൂക്കയാ. അവൻ ഈ ഫോറസ്റ്റ് റോഡ് കണ്ടുപിടിച്ചു. സത്യത്തിൽ അവൻ കണ്ടുപിടിച്ചതല്ല, സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ പരിചയപ്പെട്ട ആഷ്ലിയിലെ അവള് കണ്ടുപിടിച്ചതാ. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ 1950 കാലഘട്ടത്തിൽ ഈ നഗരത്തിലുള്ള എല്ലാ ഏരിയകളുടെയും പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതുവഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം ടൗണിന്റെ പവർ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു മാപ്പുണ്ട്. അതായത് ഈ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നതിൻ്റെ മാപ്പ്. ആ മാപ്പ് ഫോളോ ചെയ്ത് 825 ഫോറസ്റ്റ് റോഡ് കണ്ടുപിടിച്ചതാ. ഇതാണ് അവസാനമായിട്ട് ആഷ്ലി ഫ്രണ്ടിനോട് പറയാൻ വന്നത്. പക്ഷെ അതിനു മുമ്പ് അവളുടെ കഥ പ്രേതങ്ങ് തീർക്കും. 825 ഫോറസ്റ്റ് റോഡ് കണ്ടുപിടിച്ചാൽ ഹെലന്റെ വീട് കണ്ടെത്താൻ സാധിക്കും. അതുവഴി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനും സാധിക്കും. ആ സ്ഥലത്ത് പോകാൻ 3 പേരും റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ കോളിംഗ് ബെല്ല് ആരും അടിക്കും. ഇതാരാണെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് ഈ വീട് ഹീറോയ്ക്ക് വിറ്റ ഏജന്റ് ലേഡിയ. അവൾ എന്തിനാ വന്നിരിക്കുന്നത് വെച്ചാൽ ഈ വീട് അവൾ അവനെ വിറ്റല്ലോ, അതിന്റെ റിവ്യൂ എടുക്കാൻ വന്നതാ. എത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, അതുപോലെ പേപ്പർ വർക്കൊക്കെ എത്ര സ്പീഡായിട്ടാണ് ഇവർക്ക് ചെയ്തു കൊടുത്തതെന്നൊക്കെ വീഡിയോ എടുക്കണം. അതിനായിട്ടാണ് ഇവൾ വന്നിരിക്കുന്നത്. സോറി, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ, ഇനി പറ്റില്ല, സോറി. ഇവരുടെ ഈ കോൺവെർസേഷൻ ഇവിടെ നടക്കുമ്പോൾ അവൻ്റെ ഭാര്യ മരിയ താഴേക്ക് ഇറങ്ങി വരും. ഹീറോ ഇപ്പോൾ അവളെ കണ്ട് ഞെട്ടും. നിനക്കിപ്പോൾ ഒന്നും കുഴപ്പമില്ലല്ലോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. അവരെന്താ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതാ? ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തോണ്ട് നിങ്ങൾ പോയി ഫോറസ്റ്റ് റോഡ് കണ്ടുപിടിച്ചിട്ട് വായോ. ഇപ്പോൾ ഇസബൽ ലൂക്കയുടെ അടുത്ത്, പ്ലീസ് നീ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യൂ, ഞങ്ങൾ പോയി വരുന്നവരെ മരിയ ഒന്ന് നോക്കൂ. അവനും ഓക്കെ പറയും. അങ്ങനെ ഇവർ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു വിധേന ഇവർ ഫോറസ്റ്റ് ഏരിയയിലെത്തും. അവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകില്ല, അതുകൊണ്ട് നടന്ന് തന്നെ പോകണം. ശരി, ആ വീട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്ലാൻ എന്താ? ആ വീട് മുഴുവൻ കത്തിച്ചു കളയണം. അങ്ങനെ നമ്മൾ ചെയ്താലേ പ്രേതത്തിനെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. 2 പേരും നടന്ന് തേടി അവസാനം ആ വീട് കണ്ടുപിടിക്കും. ഇനി ശരിക്കും ആ വീട് ഹെലന്റെ തന്നെയാണെന്ന് കൺഫേം ചെയ്യണ്ടേ? അതിനായി ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ, എന്തെങ്കിലും തിങ്സ് കിട്ടുമോ എന്നറിയാൻ അവർ ആ വീടിൻ്റെ അകത്തേക്ക് കയറി. അന്നേരം ഹീറോയ്ക്ക് തറയുന്ന ഒരു ലെറ്റർ കിട്ടും. അത് നമ്മുടെ ഹെലൻ അവളുടെ മകളെ ഒരു പയ്യൻ ടോർച്ചർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവൻ്റെ ഫാമിലിക്ക് എഴുതിയ ലെറ്ററാണ്. നിങ്ങളുടെ മകൻ എൻ്റെ മകളെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ട്, അവന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ലെറ്ററിൻ്റെ അവസാനം ഹെലൻ അവളുടെ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട്. ആ ലെറ്ററിൽ ഫ്രം ആൻഡ് ടു ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് സിനിമയുടെ ഇടിവെട്ട് ട്വിസ്റ്റ്. അതായത് ഇത് ഹെലൻ്റെ വീടല്ല, ആ പയ്യൻ്റെ വീടായിരുന്നു. നമ്മുടെ ഹീറോ, ഇസബൽ, മരിയ ഇവരെല്ലാവരും താമസിച്ചിരുന്ന ആ വീടാണ് യഥാർത്ഥത്തിൽ ഹെലൻ്റെ വീട്. ഇപ്പുറത്തെ മരിയ അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കാം. സത്യത്തിൽ അവൾ അവരുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഒന്നല്ല പറയുന്നത്. ഹെലൻ്റെ മകളെ ആ പയ്യൻ ശല്യം ചെയ്തിരുന്നതും അത് സഹിക്കാൻ വയ്യാതെ അവൾ ആത്മഹത്യ ചെയ്തതും ഇതിന് പകരമായിട്ട് ഹെലൻ അവൻ്റെ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കിയതൊക്കെയാണ്. അതായത് ഹെലൻ ഇപ്പോൾ മരിയയുടെ ദേഹത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആ ക്യാമറയിലൂടെ ഹെലനെ കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് പേടിച്ച് ലൂക്ക ആദ്യം തന്നെ ഓടും. എന്നാൽ ഏജന്റ് ലേഡിക്കും അവരെ കൂടെ വന്ന പയ്യനും ഓടാനായിട്ട് സാധിക്കില്ല. അതിനു മുൻപ് തന്നെ രണ്ടിൻ്റെയും കഥ ഹെലൻ അങ്ങ് തീർക്കും. ശേഷം ലൂക്കയുടെ മുൻപിലേക്ക് അവൾ പ്രത്യക്ഷപ്പെടും. ആ വീട് കട്ട് ചെയ്താൽ ഇപ്പുറത്ത് ഇവരെ മരിയെ രക്ഷിക്കാൻ പോകുന്നേരം വീടിന്റെ കഥക് ക്ലോസായി. ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യായി. അതേ നേരം ഇസബലിന്റെ ഷോൾഡറിൽ പ്രേതം കൈവയ്ക്കും. ഈ പിക്ക് ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇസബൽ വരച്ച ചിത്രത്തിൽ ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ ഷോൾഡറിൽ ആരോ കൈവച്ച് നിൽക്കുന്നത്. ആ സംഭവം ഇവർക്ക് 2 പേർക്കും ഓർമ്മ വരും. നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഓരോന്നും ഹീറോയിന് ഇലൂഷനായി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അവൾ മുൻപ് വരച്ച ചിത്രങ്ങൾ. ഇപ്പോൾ തൻ്റെ അനിത്യ രക്ഷകൻ ഹീറോ ഓടി വരും. അതേസമയം പ്രേതം അവനെയും പിടിച്ചു വലിച്ച് കഥ അങ്ങ് അടയ്ക്കും. ഇതോടെ ഇവരുടെ കഥയും അവൾ തീർക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ബായ്.